നമസ്കാരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് മോചനത്തിന് വേണ്ടിയിട്ട് സുന്നി നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെടൽ നടത്തി എന്ന് വിശ്വസിക്കുന്ന കുറേ പേർ ഇനിയും ബാക്കിയുണ്ട്. അവരോട് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. യമനിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് വെറുതെയെങ്കിലും ഗൂഗിളിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2014 അവിടെ ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ സംഘർഷം തുടങ്ങിയത്. അവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അബ്ദുറബ് മൻസൂർ ഹാദി എന്ന ആളായിരുന്നു അവിടെ പ്രസിഡന്റ്. അപ്പോഴാണ് അവിടെ ഷിയ വംശജരായിട്ടുള്ള ഹൂതികൾ ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുക, അത് യുദ്ധമായി മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അതായത് 2014 തുടങ്ങിയതാണെന്ന് ഓർക്കണം. എത്ര വർഷം കഴിഞ്ഞു എന്ന് ഓർക്കണം. സന ഉൾപ്പെടെയുള്ള തലസ്ഥാനം അടക്കം വടക്കൻ പ്രദേശങ്ങളൊക്കെ ഈ ഹൂതികളുടെ കയ്യിലാണ്, അതായത് ഈ ഷിയാക്കളുടെ കയ്യിലാണ്. 2015 ഈ അബ്ദുറബ് മൻസൂർ ഹാദി എന്ന പ്രസിഡന്റ് സൗദിയോട് സഹായം അഭ്യർത്ഥിക്കുന്നു. സൗദി സുന്നി രാജ്യമാണ്. നമ്മൾ ഈ നാറ്റോ സഖ്യം എന്ന് കേട്ടിട്ടില്ല, അമേരിക്കയുടെ നാറ്റോ സഖ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സുന്നി രാജ്യങ്ങൾക്കെല്ലാം ഒരു സഖ്യമുണ്ട്. അങ്ങനെ ഈ സൗദിയുടെ നേതൃത്വത്തിൽ സൗദി, UAE ആ സഖ്യത്തിനകത്ത് സുഡാൻ വരെയുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവരുടെ സഖ്യസേന ചേർന്നു യമനിൽ കയറി ഈ ഹൂതികൾക്കെതിരെ അവർ യുദ്ധം തുടങ്ങി. ഇതിനകം 2.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, 10,000-കണക്കിന് കുട്ടികളും സ്ത്രീകളും അടക്കം. പക്ഷേ അതൊന്നും ഇവിടെ ഇങ്ങേയറ്റത്തൊന്നും വലിയ വാർത്തയായിട്ടില്ല എന്ന് ഓർക്കണം. കാരണം കൊല്ലുന്നത് സുന്നികളാണ്, കൊല്ലപ്പെടുന്നത് ഷിയകളാണ്. അതാണ് അതിനകത്തെ വ്യത്യാസം. ഈ പറഞ്ഞ ഇതേ ഷിയ ആളുകൾ, അതായത് ഈ ഹൂതികൾ പലതവണ സൗദിയെ ആക്രമിക്കുന്നു, ഇപ്പോഴും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സൗദിയിലെ സാക്ഷാൽ മെക്കയിലുള്ള കഅബ തകർക്കണമെന്നാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള വൈരത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സുന്നി ഷിയകളെ പറ്റിയുള്ള ഷിയ വൈരത്തെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. 10-11 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധവും മറ്റുമൊക്കെയാണ്. ഈ സൗദിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗദി സഖ്യസേനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസും മറ്റുമൊക്കെയുണ്ട്, ആയുധവും മറ്റുമൊക്കെയാണ്. എന്നിട്ടും ഈ യുദ്ധം തീരാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയായിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഇവർ തയ്യാറല്ല ഹൂതികൾ. കാരണം ഷിയയാണ്, ഇത് സുന്നിയാണ്. ഇനി ആരാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ? അയാൾ സുന്നി നേതാവാണ്. ഈ സുന്നി നേതാവിന് ഈ ഷിയാക്കളോട്, അവരുടെ മത നേതൃത്വത്തിനോട് ആശയവിനിമയം നടത്താൻ പറ്റിയെന്നും നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റിയെന്നൊക്കെ ആരോട് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നവർക്ക്? സൗദിക്ക് പറ്റുന്നില്ല. സൗദിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഇന്ത്യ പണ്ടേ ചെയ്തേനെ. മനസ്സിലാക്കണോ അത്? സൗദിക്ക് അത് പറ്റുമായിരുന്നെങ്കിൽ സൗദി വഴി ഇന്ത്യ അത് പണ്ടേ ചെയ്തേനെ. ഇതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ജനവികാരം മാനിച്ചുകൊണ്ട് നേരെ അല്ലാത്ത വഴിയിൽ, ചില വഴിയിലൂടെ ഇന്ത്യൻ സർക്കാർ അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം തകർത്ത തരിപ്പണമാക്കിയത് ഇയാളുടെ ഈ ആവശ്യമില്ലാത്ത അവകാശവാദമാണ്. ഇത്തരം വാദങ്ങളൊക്കെ അവിടെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ തന്നെ ഒരു വാശിയോടെ പ്രതികാരം വീട്ടണമെന്ന രീതിയിൽ തന്നെ പറയുന്നു, ഇല്ല, വിട്ടുകൊടുക്കില്ല, വെറുതെ വിടാൻ പറ്റില്ല, കൊല്ലണം എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, കോടികൾ ആവശ്യപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഷിയക്കളോട് ചെന്ന് ബലപേശാനോ അല്ലെങ്കിൽ ആശയവിനിമയത്തിനോ ശ്രമിച്ചത് ഒരു സുന്നി മത പുരോഹിതനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അവിടെ എത്തിയാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. എന്തെങ്കിലും കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നത് പോലും യഥാർത്ഥത്തിൽ നശിപ്പിക്കാനേ ഈ സുന്നി മത നേതാവായിട്ടുള്ള കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. സൗദിക്ക് പറ്റാത്ത ഒരു കാര്യം ഇവിടെ ഈ കേരളത്തിലുള്ള ഒരു സുന്നി ലോക്കൽ മത പുരോഹിതൻ നടത്തി എന്ന് പറഞ്ഞാൽ, അതിനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആന്തരിക ഉള്ളുകളികൾ അറിയാവുന്ന ഒരാളും വിശ്വസിക്കില്ല. പുറമേ ഇരിക്കുന്ന ഒരാൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാവരും മുസ്ലിങ്ങളല്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും തലയെക്കെട്ട് വെച്ചിട്ടുണ്ട്, വലിയ പണ്ഡിതനാണ്, നീളത്തിലുള്ള താടിയുണ്ട്, അപ്പോൾ ചിലപ്പോൾ പറ്റിയേക്കുമെന്നൊക്കെ ചിലർ വിചാരിക്കും. ഒന്നും നടക്കില്ല കേട്ടോ. സൗദിയാണ് അവിടെ ആ 11 വർഷമായിട്ട് അതിനകത്ത് കയറി ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമനിൽ സൗദിയോട് എതിരിട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹൂതികളാണ്. അവർ പലതവണ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഈ കാബയ്ക്ക് നേരെ അവർ ഇത് വിട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് തകരാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ ഒരു സുന്നി മത പുരോഹിതൻ ചെന്നിട്ട് അവരോട് വിലപേശി അല്ലെങ്കിൽ ആശയവിനിമയം നടത്തി ഈ നിമിഷപ്രിയനെ ഇറക്കിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ ഇവിടുത്തെ മലയാളി പ്രഭുത്വർ വീണ്ടും 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 വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്, വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഞാനിതിനു മുമ്പ് 2 വീഡിയോ ചെയ്തു. എന്നിട്ടും ചില നിഷ്കു ആളുകൾക്ക് ഇപ്പോഴും സംശയം. അയാൾ അതിനു വേണ്ടി ശ്രമിച്ചെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന്. അയാൾ ശ്രമിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പിന്നെ എങ്ങനെ ശ്രമിക്കാൻ? അയാൾ പോകത്തുമില്ല. അയാൾ ഷിയ നേതൃത്വത്തോട് വിലപേശാൻ പോകും. അയാൾ സൗദിയുടെ കൂടെ നിൽക്കുമോ അതോ യമനിലെ ഹൂതികളുടെ കൂടെ നിൽക്കുക? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അയാൾ ആരുടെ കൂടെ നിൽക്കും? സൗദിയുടെ കൂടെ നിൽക്കും അയാൾ. കാരണം അയാൾ സുന്നി മത നേതാവാണ്. ഈ ഒരു സുന്നി മത നേതാവുമായിട്ട് ഒരു ഷിയ മത നേതൃത്വം ഇങ്ങനെ ചർച്ച നടത്തുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ അവർ വാശിയോടെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇനി ഇതിൽ ഞങ്ങൾ പ്രതികരണത്തിലില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇയാളതെല്ലാം കുളവാക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കാതെ ഈ കാറ്റിനൊപ്പിച്ച് തൂറ്റാൻ വേണ്ടിയിട്ട്
ഈ പിണറായി സർക്കാരും മറ്റുമൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇയാളെ വലിയ പൊക്കി പിടിക്കും. നാളെ ഇനി വധശിക്ഷ എങ്ങനെ നടത്തിയാലും അതിന് ഇത്രയും പെട്ടെന്ന് നടക്കാൻ കാരണം ഇയാളാണെന്ന് പറയേണ്ടി വരും. കാരണം ഇയാൾക്ക് ഒരു ആവശ്യമില്ലാത്ത കേസാണ് ഇത്. വെറുതെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ചെന്ന് ചാടിക്കൊടുത്താണ്. വളരെ ലളിതമാണ് കാര്യങ്ങൾ. സൗദിയിലെ മെക്ക തന്നെ അടിച്ച് താർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ് ഈ ഹൂതികൾ. അവരുടെ അടുക്കലോട്ട് ഒരു സുന്നി നേതാവിന് എങ്ങനെയാണ് ചെല്ലാൻ പറ്റുക? മാത്രമല്ല ഈ കാന്തപുരത്തിനെ പോലെയുള്ള ആയിരക്കണക്കിന് തലയെക്കെട്ടുകാർ അവിടെയുണ്ട്. ഇയാൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇയാൾക്കുള്ളത്? ഇനി ഇയാൾ ഈ പ്രവാചകൻ്റെ തിരിക്കേശം അഥവാ മുടി വെച്ച് അവർ പള്ളി പണിയുന്നുണ്ട് എന്നുള്ള അറിവ് അവർക്കറിഞ്ഞാൽ അവരാദ്യം ഇങ്ങേരെ വധശിക്ഷയ്ക്ക് വിധിക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് ഈ ഇവിടെ നമ്മൾ കേൾക്കുന്ന കഥകളെല്ലാം ചുമ്മാ തള്ളു കഥകളാണ്. മലയാളി എത്ര കണ്ടാലും കേട്ടാലും പഠിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊക്കെ എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ഞാൻ വെറുതെ പറയുന്നതായിരിക്കും. അവരെല്ലാം മുസ്ലിങ്ങളല്ലേ, തലയെക്കെട്ടുകാരല്ലേ, ചിലപ്പോൾ നടന്നേക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ കാഫറുകളില്ലാത്ത രാജ്യത്ത് കടന്ന് കളിക്കുന്ന കോപ്രായൊക്കെ അറിയാമല്ലോ, തമ്മി വെട്ടിക്കൊല്ലും ഓരോ വിഭാഗം തിരിഞ്ഞ്. ഏറ്റവും കൂടുതൽ ജാതിയും ഉപജാതിയും ഒക്കെ ഉള്ളൊരു കൂട്ടരാണ് അവർ. ഒരിക്കലും സമ്മതിക്കത്തില്ലെന്നുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യം അതാണ്.